സോളാർ റിക്ഷകൾ നമ്മുടെ നിരത്ത് കീഴടക്കാൻ ഒരുങ്ങുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ അന്തിമ അനുമതി കിട്ടിയാൽ ഉടൻ രണ്ടാഴ്ചയ്ക്കകം തന്നെ റിക്ഷകൾ ഓടിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 കിലോമീറ്റർ യാത്രയ്ക്ക് 25 പൈസ മാത്രമാണ് ചെലവ്. നമുക്ക് നോക്കാം. കരിയും പുകയുമില്ലാത്ത റിക്ഷായാത്ര കൊച്ചിക്കാർക്ക് യാഥാർത്ഥ്യമാകുന്നു. ഡ്രൈവർ അടക്കം 5 പേർക്ക് യാത്ര ചെയ്യാം. കാതടപ്പിക്കുന്ന ശബ്ദമില്ല. മണിക്കൂറിൽ 25 കിലോമീറ്ററാണ് പരമാവധി വേഗം. ബാറ്ററി 8 മണിക്കൂർ ചാർജ് ചെയ്താൽ 80 കിലോമീറ്റർ സഞ്ചരിക്കാം. ബാറ്ററിയിലോടുന്ന റിക്ഷയ്ക്ക് മുകളിൽ സോളാർ പാനൽ ഘടിപ്പിച്ചാണ് സോളാർ റിക്ഷയാക്കി മാറ്റുന്നത്. 1 കിലോമീറ്റർ ഓടുന്നതിന് ചെലവ് 25 പൈസ. അങ്ങനെ 80 കിലോമീറ്റർ ഓടുമ്പോൾ നമ്മളുടെ പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലും റീചാർജ് ബാറ്ററി ഫെസിലിറ്റി ഉണ്ട്. ഈ വണ്ടികൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ 4 ബാറ്ററികൾ മാറ്റി പുതിയ 4 ബാറ്ററികൾ ചെയ്തു കൊടുക്കുന്നതിന് വെറും 4-5 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. 5 മാസം മുമ്പ് കേരളത്തിൽ അവതരിപ്പിച്ചെങ്കിലും സർക്കാർ അനുമതി ലഭിക്കാതിരുന്നതാണ് റിക്ഷ നിരത്തിലെത്തുന്നത് വൈകിച്ചത്. ആവശ്യമായ പരിശോധനകൾ കൊടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് റിക്ഷയുടെ വിൽപ്പനയ്ക്ക് അനുമതി നൽകി. അന്തിമാനുമതി കൂടി കിട്ടിയാൽ രണ്ടാഴ്ചയ്ക്കകം സോളാർ റിക്ഷ നമ്പർ പ്ലേറ്റുമായി നിരത്തുകളിലെത്തും. ഇത് ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് ബാഡ്ജ് വേണ്ട എന്നുള്ള നിയമങ്ങൾ തന്നെ വന്നു തുടങ്ങി. കൂടാതെ ഇത്തരം വാഹനങ്ങൾക്ക് മെയിന്റനൻസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് വർഷാവർഷമുള്ള ഫിറ്റ്നസിന് വേണ്ടി വാഹനം RT ഓഫീസിൽ കൊണ്ടുവരിക, പരിശോധനയ്ക്ക് വിധേയമാക്കുക തുടങ്ങിയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നുണ്ട്. ഇപ്പോൾ ദില്ലിയിലും UP-യിലുമെല്ലാം പ്രചാരത്തിലിരിക്കുന്ന ഇലക്ട്രിക്കൽ റിക്ഷയെ ലൈഫേ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത്. ഇലക്ട്രിക് റിക്ഷയ്ക്ക് വില 1.5 ലക്ഷം രൂപ. സോളാർ പാനൽ ഘടിപ്പിക്കാൻ 15,000 രൂപ കൂടി നൽകണം. UP, ഡൽഹി, രാജസ്ഥാൻ, കൽക്കട്ട, ഡൽഹിയിൽ മാത്രം 1,20,000 ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. ഇത് തുടങ്ങിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ടായിരുന്നു ബേസിക്കലി ഓടിച്ചിരുന്നത്. അതായത് ലൈസൻസ് ഇല്ലാത്തവരൊരു ജീവിത മാർഗമായിട്ട് കണ്ടു. പക്ഷേ ഗവൺമെന്റ് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഇതിപ്പം ലീഗലായിട്ട് നമ്പർ പ്ലേറ്റ് വെച്ച് ഇൻഷുറൻസ്, റോഡ് ടാക്സ് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഓടുന്ന ഒരു ഇലക്ട്രിക് റിക്ഷയാണ് ഇപ്പം ഡൽഹിയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നടക്കുന്നത്. തർക്കങ്ങൾ ഒഴിവാക്കാനായി ഇനി വേണ്ടത് സർക്കാർ റിക്ഷയുടെ യാത്രാ നിരക്ക് ക്രമീകരിക്കുകയാണ്. 1 കിലോമീറ്ററിനല്ല, ഒരു യാത്രയ്ക്ക് 10 രൂപ എന്ന നിർദ്ദേശമാണ് നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിരക്കിൽ കൂടി തീരുമാനമായാൽ കൊച്ചിയുടെ നിരത്ത് സോളാർ റിക്ഷകൾ ഉടൻ കീഴടക്കും. കൊച്ചിയിൽ നിന്ന് നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.